സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിമിന് കണ്ടുപിടിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ അത് മിനി വേൾഡിലാണ്. ഏത് കൂട്ടുകാരെ പരിചയം സമയത്തിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ 399 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. ഒരേ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് 400 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ. ഓക്കെ, അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ താഴെ നിന്ന് ഇവിടെ മേലെ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ താഴെ നിന്ന് ഇവിടെ മേലെ പൊക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാലില്ല. മേലെ ഒരു 2 റൗണ്ടോ അല്ലെങ്കിൽ 1 റൗണ്ടോ ഒക്കെ വെച്ചാൽ മതി. എനിക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, വെറുതെ എന്തിനാ ഈ ഒരു 5, 6, 10, 20 ബ്ലോക്ക് വെക്കുന്നത്? ഭ്രാന്ത് കയറില്ല ഇത് മൊത്തം ചെയ്തിരിക്കുമ്പോൾ. എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. ഞങ്ങൾക്ക് ഗ്രൂപ്പുണ്ട് ഗൈസ്, ഗ്രൂപ്പിലെല്ലാവരും കിട്ടുക. ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ശരിയാണല്ലോ എന്തിനു ഈ മേലെ താഴേന്നേ വെച്ച് വരുന്നതെന്നുള്ളൊരു മൈൻഡായി. അപ്പോൾ നമുക്ക് സ്പോൺ റൂഫ് ചെയ്തിട്ട് മൊത്തം മേലെ മാത്രമായിട്ട് ബ്ലോക്ക് ഇടാമെന്ന് കരുതിയിട്ടേനെ. അപ്പോൾ എന്തായാലും ചെയ്ത സ്ഥലം ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാട്ടെ. അത്ര ഞാൻ ചെയ്ത് വെച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നെതറിൽ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കയറിയത്. അപ്പോഴാണ് ആലോചിക്കുന്നത്, ശരിക്കും ഒരു ആർമർ പോലും ഇല്ലാണ്ട് ഞാൻ കയറി നെതറിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ എന്നെ അടിച്ചിട്ട് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ച് നെക്സ്റ്റ് ഒരു 2 എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് നെതറിലും പോയി സെറ്റ് ആവാം എന്നുള്ളൊരു മൈൻഡായി. ഓക്കെ, അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാവരും കൂടെ കളിക്കാൻ താല്പര്യവാനാണ്. പക്ഷേ ഓരോ പ്രോബ്ലം എനിക്കുള്ളൂ. എൻ്റേത് ബെഡ് റോക്ക് 1.21.13.21 ആണ് ഗൈസ്. അപ്പോൾ അതും ഇതാണ് ബീറ്റയാണ് കൊണ്ട് ഞാൻ എടുത്ത് വെച്ചത്. പൊട്ടത്തരങ്ങളെ എടുത്തിട്ടുള്ളൂ. ഞാൻ പൊട്ടത്തരം ചെയ്യാത്തൊരു ചരിത്രം പോലും ഇല്ല. എൻ്റെ വീഡിയോസ് ഡെയിലി വർഷങ്ങളായിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എല്ലാ വീഡിയോയിലും ഒരു ചെറിയ പൊട്ടത്തരങ്ങൾ ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ പൊട്ടത്തരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡും ചെയ്ത് വെറുതെ താഴെ നിന്ന് മേലെ വരെ മണ്ണൊക്കെ അടിച്ച് മിന്നിക്കയറ്റി അവിടെ ഒരു ഇത് തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇങ്ങനെ കിട്ടാൻ മതിയായിരുന്നു. അത്രേ ഉള്ളൂ കാര്യം. സ്പോൺ റൂഫ് വേണം ഗൈസ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളും സാമഗ്രികളൊക്കെ എടുത്തിട്ട് വേണം വരെ. എവിടെയായിരുന്നടേ വഴി? ചേടാ, ഇവിടെ വഴിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാനാണെങ്കിൽ ബെഡ് എടുക്കാനും പറഞ്ഞത്. ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഒരു ചാട്ടം ചാടായിരുന്നു ഗൈസ്. ഞാൻ 1 ബ്ലോക്ക് നടന്നങ്ങനെ ശീലിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങ് ഇല്ല. നമ്മൾ 1 ബ്ലോക്ക് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല 1 ബ്ലോക്കിൽ കൂടെ നടന്ന് നല്ല സ്പീഡിൽ നടന്ന് ശീലിച്ചവനെ. പക്ഷേ ഇപ്പം എനിക്ക് ആ സ്പീഡെല്ലാം പോയി ഗൈസ്. ഒരു ചെറിയ പേടിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കടന്നുറങ്ങണം. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം എന്ത് പൊട്ടത്തരാണ് പറയുന്നത് ഗൈസ്. സന്തോഷം കൊണ്ടാട്ടോ ഗൈസ്. 400 അടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. എന്നെ അപേക്ഷിച്ച് ചില്ലറ കാര്യമല്ല. കുട്ടി സോമ്പി നന്നാവില്ല നീ. കുട്ടി സോമ്പിനെയും കൊണ്ട് ഇവിടെ ബാ ഏത്തനെ തെരു പൂത്തരാമോ, ഏത്തനെ തെരു കായ്ത്തരാമോ. ഇവിടെ വേട കുട്ടി സോമ്പി. ഓക്കെ, സമ്മതിക്കില്ല ജീവിക്കാൻ. ഇപ്പോൾ കീപ്പർ ഞാൻ പറഞ്ഞ് തീർന്നില്ല. അതുകൊണ്ട് കീപ്പറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ബെഡ് എടുക്കാൻ നിൽക്കുന്നില്ല. ഇവിടെ എനിക്ക് ഒന്നും കൂടെ ഇനി ബ്ലോക്ക് പിടിച്ച് വെച്ച് നിറയ്ക്കാൻ എന്നെ കൊണ്ട് ആവില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, കിട്ടി ഗൈസ്. ഇതെന്താ ഗൈസ് ഇവിടെ ഇതൊക്കെ കിടക്കുന്നത്? തള്ള ഇവിടെ മൊത്തം ഇതടേ. എൻ്റെ അമ്മേനൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. കർത്താവ്, അമ്മ കേൾക്കണ്ട, എന്നെ കൊല്ലും. ഓക്കെ ഗൈസ്, കയറി എന്ത് ബാക്കൊക്കെ റിവേഴ്സൊക്കെ കയറി ഗൈസ് ശീലം. ഇവിടെ ബെഡ് ഉണ്ടാവില്ല. അങ്ങനെ ബെഡ് ഞാനങ്ങനെ എവിടെയും വെക്കാവുന്ന ടൈപ്പ് അല്ലല്ലോ. ഈ വട്ടം മാത്രമേ ഗൈസ് എനിക്കൊരു അബദ്ധം പറ്റുള്ളൂ. ഞാൻ എല്ലായ്പ്പോഴും ബെഡ് കൊണ്ടാണ് നടക്കാറുള്ളൂ. അടിപൊളി, ഇതിനകത്ത് ബെഡില്ല. നല്ല ഗൈസ് രാവിലെ ആയിട്ട് കാണാം, കുറേ നേരം എടുക്കുന്നത്. ഗൈസ് രാവിലെ ആയിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, നമ്മൾ വിചാരിച്ച് എന്താണ് ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ ടോർച്ചായി ടോർച്ചില്ല എൻ്റെ. അത് ശരി, ടോർച്ച് പോലും ഇല്ലാണ്ടാണ് ഞാൻ നടക്കുന്നത്. ഗൈസ് എൻ്റെ ടോർച്ച് ഉണ്ടായിരുന്നല്ലോ. ഉണ്ട് ഗൈസ്, ടോർച്ച് ഉണ്ടാക്കാം പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ, മറക്കണ്ട. നമുക്കൊരു സബ്സ്ക്രൈബറും കൂടെ വേണ്ടുള്ളൂ നമ്മുടെ 400 അടിക്കാൻ ഗൈസ്. ഓക്കെ, ഞാൻ ടോർച്ച് വെച്ച് എളുപ്പപ്പരിപാടി നോക്കുന്ന കേട്ടോ. എനിക്ക് അതുകൊണ്ട് മടിയാണ്, അതുകൊണ്ടാണ് എളുപ്പപ്പണി ഞാൻ നോക്കുന്നതാണ്. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു പാലൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്ന കേട്ടോ. വഴി ഓരോന്ന് നമ്മൾ ചെയ്ത് തീർക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് പാലത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാലോ ഗൈസ്, അതാണ് ഞാൻ പിന്നെ പാലം പണിയാൻ നടത്തട്ടെ. ഓക്കെ, ഇതാ കിടക്കുന്നത് എൻ്റെ ബെഡ്. അവിടെ ഇവിടെ ഞാൻ ബെഡ് ഇറങ്ങുന്നുണ്ടല്ലേ, അങ്ങോട്ട് ചാടിപ്പിടിച്ച് ഓടി. ഓക്കെ, ഡേറ്റ് എടുത്തേക്കാം, ഡേറ്റും കൂടെ എടുത്തേക്കാം. ഓക്കെ, ഇങ്ങനെ വേടാ മനുഷ്യ ഗൈസ്. അപ്പോൾ ഇവിടെ കുളച്ചേക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറേ ഇപ്പോൾ ബോൺവീൽ ചെയ്യാനുള്ള സാധനങ്ങൾ മൊത്തം നമ്മുടെ കയ്യിലായിട്ടുണ്ട് കേട്ടോ. അതിനുള്ള സാധനം നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഇനി ബോൺവീൽ ചെയ്താൽ മതി ഇരുന്ന്. ഇതും കൂടെ ഒരു ചെറിയ ടാസ്ക്കാണ്. ഇവിടെ എൻ്റെ കയ്യിൽ വേറൊരു ടോർച്ച് എവിടെയോ വെച്ചതുപോലെ ഒരു ഓർമ്മ അതഞ്ഞതാ. 48 ഒരു സ്റ്റാക്കായി ഇപ്പോൾ. കറക്റ്റ് ഒരു സ്റ്റാക്ക് ഗൈസ്. അപ്പോൾ ഈ ഒരു സ്റ്റാക്ക് അവിടെ കൊണ്ടങ്ങ് വെക്കാം. ഞാൻ പിന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ ഗൈസ്, ഫുള്ള് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ദിവസമായിരുന്നു പരീക്ഷ കഴിഞ്ഞ്, ലാസ്റ്റ് ദിവസം കൊണ്ട് ഫുള്ള് തിരക്കായിരുന്നു ഗൈസ്, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇടാണ്ടിരുന്നാൽ നമുക്കതൊരു ചീത്തപ്പേരാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്ന ആൾക്കാർ ഡെയിലി വീഡിയോസ് ഇടണം, അതൊക്കെ അത്രേ ഉള്ളൂ. ഏത് മൈൻഡ് ഒറ്റ മൈൻഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ മൊത്തം ഇനി ടോർച്ച് വെച്ചിട്ട് നടക്കണം. അത് മാത്രമല്ല ഇത് ഫില്ലും ചേട്ടോ, ഇത് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തും. ഇതൊക്കെ അത്രയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ടോർച്ച് വെച്ചാൽ മതിയായിരിക്കും. എല്ലായിടത്തും ഈ ടോർച്ചിൻ്റെ ആവശ്യം എൻ്റെ ഞാൻ അവിടെ കുടിക്കാൻ എല്ലായിടത്തും ഈ ടോർച്ചിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എടേ ഇവിടെ കുടുങ്ങിയടേ ഞാൻ കിട്ടി ഒരു സ്റ്റെക്കൊക്കെ വന്ന് പെട്ടെന്ന് പൊങ്ങടാ പോയേ. അയ്യോ, മേലെ എന്തിനാണോ വെച്ചാൽ അവിടെ കിടക്കട. അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇത് മൊത്തം വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് ചാടിപ്പിടിച്ച് വരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നെക്സ്റ്റ് എപ്പിസോഡ് ആകുമ്പോഴും കറക്റ്റായിട്ട് നമുക്ക് അടിപൊളി വീഡിയോസ് ഇടേണ്ടതാണ്. കണ്ടൻറ് ഇല്ലാത്ത വീഡിയോസ് ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടൻറ് ഉള്ള വീഡിയോസ് സെറ്റ് ആക്കണം ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മളോട് കുറേ പേര് പറഞ്ഞ് സർവർ ഉണ്ടാക്കാം ഗൈസ്. സർവർ ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, ബട്ട് പൈസ കൊടുക്കാതെ ഉണ്ടാക്കുന്നതും എനിക്കറിയാം. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു അതിപ്പോൾ വർക്കിംഗ് അല്ല ഗൈസ്, അതാണ്. അതിപ്പോൾ ഭയങ്കര സ്ലോ ആണെന്നൊക്കെയാണ് എൻ്റെ കേട്ടറിവ്. ശരിയാണെന്ന് എനിക്കറിയില്ല. അത് 1 മണിക്കൂർ അരമണിക്കൂറോളം ക്യൂവിൽ കിടക്കുക ഗൈസ്. ശരിയാണ്, അത് ക്യൂവിൽ കിടക്കുകയാണ്. നമ്മൾ ഒരു വട്ടം ട്രൈ അടിച്ച് നോക്കിയായിരുന്നു, ഞാനും ഒരു ബ്രോയും കൂടെ ട്രൈ അടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സർവർ ഉണ്ടാക്കാത്തത്. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് എങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തപ്പി കണ്ടെത്തിയിട്ട് പറയട്ടെ ഗൈസ്, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക. അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് മതിയിട്ട് ഗൈസ്. ഇതിൻ്റെ അടിയിലിപ്പോൾ മോബ് സ്പോണായാലും കുഴപ്പമില്ല, നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയാൽ മതി ഗൈസ്. ഉറങ്ങാൻ പറ്റാതെ അവർ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു കിൽ ചേമ്പർ ഉണ്ടാക്കും. കിൽ ചേമ്പർ അതെന്തുവാ, അല്ല കില്ലിനുള്ള സംഭവം ഉണ്ടാക്കും. ഇവിടെ എല്ലാത്തിനും വന്ന് കില്ല് ചെയ്തിട്ട് പോകും. കിൽ ചേമ്പർ അത് വേറെ എന്തോ ഉണ്ടല്ലേ, ഈശ്വര അറിയാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വായിന്ന് വന്ന് എന്തോ ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഡേറ്റിൻ്റെ രീതിയിലാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കേണ്ടതില്ല. ഇവിടെ വെച്ചോ, ഞാൻ ഇവിടെ ഒന്ന് വെച്ചില്ല ഗൈസ്. പകുതിയും പൂവായതുകൊണ്ട് പൂവിലൊക്കെ തട്ടിയിട്ട് പോകണേ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, എല്ലാവിടെയും ഉണ്ടല്ലോ. പെട്ടെന്ന് പരിപാടി വരും. ഓക്കെ, ഒന്നും കൂടെ ഉണ്ട്, അത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിനി ഫുള്ള് ഡേറ്റ് ഒന്ന് വെച്ചിട്ട് ഇതേ പോയി എന്താ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ കഴിഞ്ഞു ഗൈസ്. എൻ്റെ മോനെ എന്തൊരു പൂക്കളോടെ ഇട്ടേക്കുന്നത്, അവിടെ പൂക്കൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റിലേക്കാണ് ഇനി നമ്മുടെ അടുത്ത ജമ്പ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഇത് ഓൾറെഡി ഈ പൊക്കുണ്ടായിരുന്നു കേട്ടോ, ഈ മലയ്ക്ക്. അതാണ് ഇവിടെ പൂ കിടക്കുന്നുണ്ട്. ഈ പൂക്കളും കൂടെ പറിച്ചുകൊണ്ട് പോയാൽ ബോൺവീൽ ഫാർമ് കിട്ടുക. അപ്പോൾ അത് പെട്ടെന്ന് ആയിക്കോളും ഗൈസ്. ബുദ്ധി, ഏത് ബുദ്ധി. ഓക്കെ, അപ്പോൾ ഫുള്ള് ക്ലീൻ ആൻഡ് ഇത് മാത്രമായിട്ടാണ് എൻ്റെ മോനെ ഗൈസ്. അങ്ങനെ നമ്മളത് മൊത്തം തീർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാണ്ടായിരുന്നു സ്റ്റെപ്പ്. യെസ് ഗൈസ്, ഇതാണ്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ നമ്മൾ 3 ബ്ലോക്ക്, യെസ് 1 2 കൂടി എടുത്തിട്ട് താഴെ വരെ ഇനിയൊരു
സ്റ്റെപ്പ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഹോൾ വരും. ഒന്നെങ്കിൽ ഹോൾ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതാണോ നല്ലത്, ഹോളാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പറ്റുമോ എന്നതാണോ നല്ലത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.